നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഇപ്പോൾ രണ്ട് ചേരികളിലായി തിരിഞ്ഞിരിക്കുകയാണ്, വലതുപക്ഷവും ഇടതുപക്ഷവും. തീവ്ര ദേശീയവാദികളും അല്ലാത്തവരും എന്ന രണ്ട് ഗ്രൂപ്പുകളാണ് പൊതുവെ ഉള്ളത്. രാജ്യത്തിന്റെ സംസ്കാരം, ദേശീയത എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വലതുപക്ഷവും ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഉണ്ട്. ട്രംപ്, മോദി, ഷീ ജിൻപിങ് എന്നിവരെല്ലാം തീവ്ര ദേശീയവാദികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർ തമ്മിൽ ആശയപരമായ യോജിപ്പുകളും ഉണ്ട്. പുടിൻ പറഞ്ഞത് 2022 ട്രംപ് ആയിരുന്നു ഭരണത്തിലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും. ട്രംപ് പറഞ്ഞത് യുക്രൈൻ യുദ്ധത്തിന് പോകരുത് എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ഷീ ജിൻപിങ്ങിനും മോദിക്കും ട്രംപിനും ട്രൂഡോയോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത്. റഷ്യ, ഇന്ത്യ, ചൈന, അമേരിക്ക എന്നിവയുടെ നിലപാടുകൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഈ 4 രാജ്യങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ്. ഇതിനായി അവർ ശ്രമിക്കുന്നുമുണ്ട്. ഇത്തവണ ചൈനയുമായി ഒരു നല്ല ബന്ധത്തിന് അമേരിക്ക തയ്യാറാകും എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു. ഇതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ്. കരാറുകളും ഗ്രാന്റുകളും ഉൾപ്പെടെ എല്ലാ സഹായ പദ്ധതികളും അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ ഈ നീക്കം മുഹമ്മദ് യൂനസിന്റെ കീഴിലുള്ള ഇടക്കാല സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാണ് ആക്കിയിട്ടുള്ളത്. യുക്രൈൻ അടക്കം ചില രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായും US വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റുബിയോ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന സന്നദ്ധ സഹായ പദ്ധതികളും വികസന പദ്ധതികളും നിർത്തിവെക്കാനും തീരുമാനിച്ചു. കൊളംബിയൻ ഇറക്കുമതിക്ക് 25% അധിക നികുതി ചുമത്തി ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നടപടിയും ഉണ്ടായിട്ടുണ്ട്. US തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഈ നടപടി ഉണ്ടായത്. എന്നാൽ അധിക നികുതി ചുമത്തിയതിനു പിന്നാലെ കുടിയേറ്റക്കാരുമായുള്ള വിമാനം സ്വീകരിക്കാൻ കൊളംബിയ സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇക്കാര്യത്തിൽ കൊളംബിയയുടെ ഭാഗത്തുനിന്നും സ്ഥിരീകരണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുടിയേറ്റക്കാരുമായി വന്ന സൈനിക വിമാനങ്ങൾ തിരിച്ചയച്ചത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞാണ് ട്രംപ് അധിക നികുതി ചുമത്തിയത്. മറുപടിയുമായി അമേരിക്കൻ ഇറക്കുമതിക്ക് കൊളംബിയൻ പ്രസിഡന്റ് 25% നികുതി ചുമത്തി. കൊളംബിയൻ തലസ്ഥാനമായ ബെഗോട്ടയിലാണ് കുടിയേറ്റക്കാരുമായുള്ള വിമാനത്തിന് ലാൻഡിംഗ് അനുമതി നിഷേധിച്ചത്. ട്രംപിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നികുതി 50% മടിക്കില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം ഉണ്ടായത്. ഇതേ തുടർന്ന് US-ലെ കൊളംബിയൻ കുടിയേറ്റക്കാരെ നാട്ടിലെത്തിക്കാൻ പ്രസിഡൻഷ്യൽ വിമാനം അയക്കാൻ കൊളംബിയ തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരുടെ മാന്യമായ തിരിച്ചുവരവിന് സുഗമമായ പാതയൊരുക്കുന്നതിനാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ റെസിഡൻഷ്യൽ വിമാനം സജ്ജീകരിക്കാൻ ഉത്തരവിട്ടതെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മടങ്ങിയെത്തുന്ന കൊളംബിയൻ പൗരന്മാരെ സ്വീകരിക്കാൻ കർമ്മനിരതരായ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഗവൺമെന്റ് മൈഗ്രേഷൻ സംബന്ധിച്ച് ഒരു ഏകീകൃത കമാൻഡ് പോസ്റ്റ് വിളിച്ചുകൂട്ടിയിട്ടുമുണ്ട്. ഇതിൽ പ്രതിരോധ മന്ത്രാലയം, പീപ്പിൾസ് ഓഫീസ്, ചാൻസലറുടെ ഓഫീസ്, റിപ്പബ്ലിക്കിന്റെ പ്രസിഡൻസി എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. പ്രോട്ടോകോളുകൾ സ്ഥാപിക്കുകയും അവലോകനം ചെയ്യുക എന്നതാണ് ഈ ബോഡിയുടെ ലക്ഷ്യം. തിരിച്ചെത്തുന്ന കൊളംബിയക്കാർക്കുള്ള ആതിഥേയത്വം ഉറപ്പാക്കും. നടപടിക്രമങ്ങൾ മനുഷ്യാവകാശങ്ങളെയും ഓരോ വ്യക്തിയുടെ സമഗ്രതയെയും മാനിക്കുന്നുവെന്ന് ഉറപ്പു നൽകും. പ്രസ്താവനയിൽ ഇത്രയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതേസമയം തന്നെ US-ഉമായുള്ള ബന്ധം തുടരുമെന്ന് കൊളംബിയൻ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ കുടിയേറ്റക്കാരുമായി എത്തിയ US മിലിറ്ററി വിമാനങ്ങൾ താഴെയിറക്കാൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അനുമതി നൽകാതിരുന്നതോടെയാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതും ഈ സംഭവങ്ങൾ വഷളായിക്കൊണ്ടിരുന്നതും. 2 US സൈനിക വിമാനങ്ങൾ തടയുന്നതായാണ് പെട്രോ പ്രഖ്യാപിച്ചത്. കൊളംബിയൻ കുടിയേറ്റക്കാരെ കുറ്റവാളികളെ കണക്കാക്കാൻ US-ന് കഴിയില്ല എന്നും കുടിയേറ്റക്കാരെ വഹിച്ചുള്ള US വിമാനങ്ങൾ അംഗീകരിക്കില്ല എന്നുമാണ് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞത്. കുടിയേറ്റക്കാരെ ചികിത്സിക്കുന്നതിൽ മികച്ച പ്രോട്ടോകോളുകൾ വേണമെന്നും അമേരിക്കയോട് പെട്രോ ആവശ്യപ്പെട്ടിരുന്നു. പെട്രോവിന്റെ നടപടി ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചു. ഇതോടെ തന്നെ പെട്രോ നിലപാട് മാറ്റുകയായിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.